വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും ഭരണ സംവിധാനം മാറി നിൽക്കുക എന്നത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏറ്റവും ആവശ്യമെന്ന് രാഹുൽ ഗാന്ധി ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് ആക്കം കൂട്ടുകയാണ് മോദി സർക്കാർ ചെയ്തതെന്നും രാഹുൽ ഗാന്ധി. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമന രീതി പല വിവാദങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെയൊക്കെ തന്നെ സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അവർ ആരോപണമായി ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി ഇന്നലെ വൈകിട്ട് നടന്ന ഏതാണ്ട് 30 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഹുൽ ഗാന്ധി, ഈ 3 പേരാണ് സമിതി അംഗങ്ങൾ. ഈ സമിതിയുടെ തീരുമാനത്തിനനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടത്താൻ ചുമതലപ്പെട്ട, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പൊക്കെ നടത്താൻ ചുമതലപ്പെട്ട മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ത് എന്നാൽ 3 പേരിൽ 2 പേർ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഈ 2-1 തീരുമാനം സർക്കാരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സർക്കാരിന് നിശ്ചയിക്കുന്ന ആളെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി നിയമിക്കാൻ കഴിയും. ഈ രീതി തെറ്റാണ്. ഇത് ഭരണ സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇടപെടുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഇത് തെറ്റായ രീതിയാണ്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം, നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തീരുമാനം പോകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ഇന്നത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ആവർത്തിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി യോഗത്തിൽ നൽകിയ ഈ വിയോജനക്കുറിപ്പാണ് ഇപ്പോൾ എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി, നാളെ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മര്യാദകേടാണ് എന്നുകൂടി പറയുന്നുണ്ട്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.